കെ ബാബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബാബു, അങ്ങേക്ക് കേൾക്കാമെങ്കിൽ അതിക്രൂരമായ ഞെട്ടിപ്പിക്കുന്ന മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അമ്മയും മകനുമാണ് ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങേക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങളോട് പങ്കുവെക്കാമെങ്കിൽ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ എം എൽ എ. ഇത് നെന്മാറയ്ക്കടുത്ത് പോത്തുണ്ടി 4 കിലോമീറ്ററിനടുത്താണ്. യഥാർത്ഥത്തിൽ 2019 ഇന്ന് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സുധാകരന്റെ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ് ഈ ചന്താമര. അതിൽ അഞ്ചു വർഷത്തോളമായിട്ട് ഇപ്പൊ ജയിലില്ല. പക്ഷേ ഇപ്പോ പരോള് കിട്ടിയിട്ട് 1 മാസമായി. ഈ പരോള് കിട്ടിയ 1 മാസത്തിനിടയിൽ തന്നെ ഈ അമ്മയെയും അതുപോലെ തന്നെ ഈ സുധാകരനെയും ഫോളോ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇവരെങ്ങനെയായിരുന്നു? അയൽക്കാരായിരുന്നു? അങ്ങനെ ഈ വ്യക്തിവൈരാഗ്യം വരാനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അയൽക്കാരായിരുന്നു എന്ന് മാത്രമല്ല, അവനൊരു സംശയരോഗിയും മറ്റുമൊക്കെയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ചന്താമര എന്ന് പറയുന്നത് അവിടെ ആരോട് ചോദിച്ചാലും പറയും ഇയാളൊരു സംശയരോഗിയും അതുപോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റാത്തൊരു വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് നാട്ടിലെല്ലാവരും പറയുന്നത്. ഇവന് ഈ 5 വർഷത്തിനിടയിൽ ഇവിടെ വന്ന് ഈ കരുതിക്കൂട്ടി തന്നെ ഈ മറ്റേ രാവിലെ 9-10 മണിയാകുമ്പോ തന്നെ അപ്പൊ പിന്നെ അമ്മയെയും പിന്നെ സുധാകരനെയും വെട്ടി വല്ലാതെ ക്രൂരമായിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയാണ്. അന്ന് സുധാകരന്റെ ഭാര്യ അതുപോലെയാണ്, കഴുത്തിലും പുറകിലുമായിട്ട് വെട്ടി കൊലപ്പെടുത്തിയിട്ടാണ്. ഈ പ്രതി ഇപ്പോൾ ഈ കൃത്യം നടത്തി മുങ്ങിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അന്വേഷണം ഏത് ഘട്ടത്തിലേക്കാണ്? ഇപ്പോൾ പ്രാഥമിക ഒരു സന്ദർഭമാണെന്നറിയാം, എങ്കിൽ കൂടിയും പോലീസ് നൽകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എം എൽ എ? പോലീസ് ഇപ്പോൾ DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഈ നെല്ലിയാമ്പതിയുടെ മലനിരയോട് ചേർന്നാണ് ഈ പോത്തുണ്ടി പ്രദേശം. അതുകൊണ്ട് തന്നെ ആ മലനിരയിലേക്ക് കയറാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ആ വഴികൾ വളരെ നിശ്ചയമാണ് ഈ സുധാകരന്. പക്ഷെ എന്നാൽ അതിനേക്കാൾ വഴികൾ നിശ്ചയമായിട്ടുള്ള അവിടുത്തെ ജനങ്ങളും പോലീസേനയും ഒന്നിച്ചാണ് ഇപ്പൊ അന്വേഷണം നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഒന്നുകിൽ പിടികൂടും, അതല്ലെങ്കിൽ സ്വയം അവന്റെ മറ്റേ വിധി നിശ്ചയിക്കപ്പെടും എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നന്ദി. നെന്മാറ എം എൽ എ കെ ബാബു ആണ് ഇപ്പോൾ പ്രതികരിച്ചത്.